പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, കണ്ണുകളെ അടച്ച് കൈകളെ കൂപ്പി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഈശോനാഥ, ഇത് അങ്ങേ തിരുമുമ്പിൽ മറ്റൊരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈശോയെ തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുവാനും സമൂഹത്തിനും സഭയ്ക്കും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങൾ മാറുവാനും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നമ്മൾ 12ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി. ഇതിനു മുമ്പ് സാറെടുത്ത 11ാമത്തെ ചാപ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ മക്കളുടെ ഓർമ്മയിലുണ്ട് എന്ന് സാറ് വിശ്വസിക്കുന്നു. അന്ന് നമ്മൾ കണ്ടത് 2 കുദാശകളെക്കുറിച്ചാണ്. സൗഖ്യദായക കുദാശകൾ, കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കുദാശ 1, മറ്റൊന്ന് രോഗീലേപനം. 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ 2 കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം, കുദാശയിലൂടെ എങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നൊക്കെ നമ്മൾ കണ്ടു. കുദാശകളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുംഭസാരം എന്ന കുദാശയെ എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ സമീപിക്കണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ വിശുദ്ധി ലഭിക്കുക എന്ന് സാറ് പറഞ്ഞു. പഠിച്ചത് കൊണ്ടല്ല, പ്രവർത്തിക്കുമ്പോഴാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കുംഭസാരത്തെയും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മറ്റുള്ള കുദാശകളെയും ഒക്കെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഇടപെടാൻ പറ്റുക. അല്ലാതെ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പം സഭ നമുക്ക് നൽകിയിരിക്കുന്ന, ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് ഈ കുദാശ ജീവിതം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ദൂരം മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വളരെ ശൂന്യമായി പോകും. നമ്മുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ആത്മാവ് മരണത്തിന് സദൃശ്യമായി തീരും. ഈ ഓർമ്മയോടുകൂടെ 12ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 12ാമത്തെ ചാപ്റ്റർ തിരുപ്പട്ടം എന്ന കുദാശയാണ്. സാറൊരു ചോദ്യം ചോദിക്കട്ടെ. മാമുദീസ മുതൽ, അതായത് നമ്മൾ കുഞ്ഞു വാവയായിരിക്കുമ്പോൾ മുതൽ, മാമുദീസ മുതൽ നമ്മൾ അറിയാതെ കിടക്കുന്ന മരണ അടക്കുവരെ നമ്മുടെ ജീവിതത്തിൽ കുദാശകൾ പരികർമ്മം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ യേശുവിൽ നിന്നൊഴുകുന്ന കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അതാരാ? നാലോചിക്ക്. മാമുദീസ മുതൽ, അന്ന് നമുക്ക് ഓർമ്മയില്ല, കുഞ്ഞുവാവയാ. അവസാനത്തെ കുദാശയിലും നമുക്ക് ഓർമ്മയില്ല, കാരണം നമ്മളൊന്ന് മരിച്ചു കിടക്കുകയാണ്. അതുവരെയുള്ള ജീവിതത്തിനകത്ത് യേശുവിൻ്റെ കൃപ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന കുദാശകളെ പരികർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തിയുടെ പേരാണ് പുരോഹിതൻ. നമ്മൾ അച്ഛ എന്ന് വിളിക്കുന്ന നമ്മുടെ ഇടവക വികാരി. എന്നാലോചിച്ച് നോക്കിയാൽ എത്രയോ വലിയ മനോഹരമായിട്ടുള്ള, എത്ര വലിയ ഒരു കൗദാശിക ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. തിരുപ്പട്ടം. നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാനായിട്ട്, ശ്രവിക്കാനായിട്ട്, പഠിക്കാനായിട്ട് പോകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 4ാമത്തെ അധ്യായത്തിൽ 18-20, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ ഭാഗം 18-20 തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മീൻ പിടിക്കുന്ന പത്രോസിനെയും അന്ത്രോസിനെയും ഈശോ വിളിക്കുകയാണ്. പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈശോ വിളിച്ചു, പത്രോസും അന്ത്രയോസും അവനെ അനുഗമിച്ചു. മക്കളെ, ഒന്ന് ആലോചിച്ചേക്കേ. ഒരു കടൽ തീരത്ത് എന്തേലും ആൾക്കാർ കാണും, ഒത്തിരി ആൾക്കാർ കാണും അല്ലേ? ഈശോ ആ വഴിക്ക് കടന്നു പോയപ്പോൾ 2 പേരെ ചൂണ്ടി അവരുടെ പേര്, ഇതിനു മുമ്പ് ഈശോയ്ക്ക് അവരുടെ പേരറിയാമായിരുന്നോ? ഇല്ല. അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് ഈശോയോട് വെളിപ്പെടുത്തി കൊടുത്തിട്ടാണ് വിളിക്കുന്നത്. ചൂണ്ടി വിളിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വിളി. പത്രോസിനോടും അന്ത്രയോസിനോടും പറയുന്നത് എന്താ? നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇതാണ് തിരുപ്പട്ടത്തിലേക്കുള്ള വിളി. മനുഷ്യരെ പിടിക്കാനുള്ള വിളിയാണ് തിരുപ്പട്ട ശുശ്രൂഷ. സാർ ഒരു ചോദ്യം ചോദിക്കട്ടെ തിരിച്ച്. ഈ ശുശ്രൂഷ ഈശോയിൽ അവസാനിച്ചോ? ഇല്ലല്ലോ. അത് തുടർന്നു പോകണ്ടേ? യേശുവിൻ്റെ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? തുടർന്നുള്ളവരെ മനുഷ്യരെ പിടിക്കണ്ടേ? പിടിക്കണം. അപ്പം അതിനുവേണ്ടിയാണ്, യേശുവിന് ശേഷം പിടിക്കാൻ വേണ്ടിയാണ് ആരെ വിളിച്ചത്? പത്രോസിനെ വിളിച്ചത്. ഇനി ഇത് തുടരണം. പത്രോസിനോടുകൂടി ഇത് അവസാനിച്ചാൽ പോരാ, ഇത് തുടരണം. ആരിലൂടെ തുടരണം? സഭയിലൂടെ തുടരണം.
സഭയിലൂടെ തുടരാൻ വേണ്ടിയാണ് സഭ തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അതിനാണ് പൗരോഹിത്യത്തെ അല്ലെങ്കിൽ പുരോഹിതരെ നിയമിച്ചിരിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ഈ പുരോഹിത ശുശ്രൂഷകളൊക്കെ ചെയ്ത് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ലേവി ഗോത്രമാണ്. ലേവി ഗോത്രത്തിലാണ് പഴയ നിയമ കാലഘട്ടത്തിലെ ശുശ്രൂഷ പൗരോഹിത്യം കിടക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ ഇത് ക്രിസ്തുവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്, അതായത് നിത്യ പൗരോഹിത്യമാണ് പുരോഹിതനിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളൊരു പുരോഹിതനെ കാണുമ്പോൾ നമ്മൾ കാണേണ്ട പൗരോഹിത്യം എന്താണെന്നറിയുമോ? ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, നിത്യ പൗരോഹിത്യമാണ് ഈ പുരോഹിതനിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ബഹുമാനം കൊടുക്കാനും ഒക്കെ നമ്മൾ പര്യാപ്തമാണ്. പൗരോഹിത്യത്തിൻ്റെ ചില പ്രത്യേകതകളെ ഒന്ന് ശ്രദ്ധിച്ചാലോ ഇനി? പൗരോഹിത്യത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുൻപിൽ വയ്ക്കപ്പെട്ടവനെന്നാണ്. ദൈവം മനുഷ്യരുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് പുരോഹിതൻ. സഭ തിരിച്ച് ദൈവത്തിൻ്റെ മുമ്പിലും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുൻപിൽ വയ്ക്കപ്പെട്ടവൻ എന്നാണ്. ഒരു മീഡിയേറ്ററാണ്. ഇതെവിടെയാണ്? ദൈവം മനുഷ്യരുടെ മുമ്പിൽ വയ്ക്കുന്നു, സഭ തിരിച്ച് ദൈവത്തിൻ്റെ മുമ്പിലും വയ്ക്കുന്നു. ഈ വയ്ക്കുന്ന വ്യക്തിത്വമാണ് നമുക്കും ദൈവത്തിനും ഇടയ്ക്കുള്ള ചാലകം. ഈ വ്യക്തിത്വത്തിലൂടെയാണ് കുദാശകൾ സഭ പരികർമ്മം ചെയ്യുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ മോശയെ ഓർക്കുന്നില്ലേ? ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ ദൈവം തിരഞ്ഞെടുത്തവനാണ്. ദൈവം തിരഞ്ഞെടുത്ത് ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ ദേശത്ത് നിന്ന് എങ്ങോട്ടാണ് ഇവരെ നയിച്ചത്? വാഗ്ദാന നാട്ടിലേക്ക് നയിക്കാനായിട്ട് തിരഞ്ഞെടുത്ത മോശയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? ഒരു പ്രത്യേകതയില്ലാന്ന് മാത്രമല്ല, കുറവും ഉണ്ടായിരുന്നു. വാക്ചാതുര്യം ഇല്ലാത്തവൻ അല്ലെങ്കിൽ വിക്കൻ. അപ്പോൾ ജനത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വമായി മാറാനുള്ള സാധ്യതയില്ലായിരുന്നു. എന്നിട്ട് പിതാവായ ദൈവം, തമ്പുരാൻ കർത്താവ് ഇദ്ദേഹത്തെ മാറ്റിയോ? ഇല്ലല്ലോ. പിന്നെ എന്താ ചെയ്തത്? അഹറോനെ കൂട്ടിക്കൊടുത്ത് ആ ശുശ്രൂഷ പൂർണ്ണമാക്കുകയാണ് ചെയ്തത്. മക്കളെ, ഒരു കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പുരോഹിതൻ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ്. കുറവുകളുണ്ട്, മോശയെപ്പോലെ വിക്കനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ദൈവത്താൽ വയ്ക്കപ്പെട്ടവനാണ് നമ്മുടെ മുമ്പിലേക്ക്. അതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. ആ ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ പൗരോഹിത്യത്തെ സമീപിക്കാൻ. രണ്ടാമത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പൊതു പൗരോഹിത്യമാണ്. എന്താണ് പൊതുപൗരോഹിത്യം? പൊതുപൗരോഹിത്യം എന്ന് പറയുന്നത് മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നാം പങ്കുചേരുന്നു. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നാം പങ്കുചേരുന്നു. ആദ്യത്തെ പൗരോഹിത്യം പുരോഹിതനെക്കുറിച്ചാണ് പറഞ്ഞത്, കുദാശികൾ പരിവർത്തനം ചെയ്യാനുള്ള വ്യക്തിയാണ്. രണ്ടാമത്തേത് ശുശ്രൂഷ പൗരോഹിത്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ആരാണ്? പുരോഹിതർ തന്നെയാണ്. ശുശ്രൂഷ പൗരോഹിത്യമാണ്. ഇത് എന്തിട്ട് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുക? നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലൂടെ, ജീവിത മാതൃകകളിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മൾ പലപ്പോഴും പറയും അത് അച്ഛൻ്റെ ചുമതലയാ, അത് സിസ്റ്ററിൻ്റെ ചുമതലയാ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ആരാ ചെയ്യേണ്ടത്? അച്ഛൻ ചെയ്യണം. ആരെ നന്നാക്കണം? അച്ഛൻ മറ്റുള്ളവരെ നന്നാക്കണം. പൊതു പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതങ്ങളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത്. സാർ, ഒരു കഥ പറയാം. ഒരിടത്തൊരു അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് 12 മക്കളാണ്. 12 മക്കളുടെ കൂടെ ഭർത്താവുണ്ട്, 13ാമത്തെ ആൾ. 14ാമത്തെ ആളായിട്ട് ഭർത്താവിൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, 15 പേര്. ഈ അമ്മ നല്ല ഭക്തയാണ്, നല്ല പ്രാർത്ഥനയാണ്. അപ്പോൾ ആ ഇടവകയിൽ ബിഷപ്പ് സന്ദർശനത്തിന് വന്നപ്പം കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളെ ആദരിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പം ഈ അമ്മേനെ അപ്പനെയൊക്കെ വിളിച്ച് അപ്പം അമ്മ ബിഷപ്പിനോട് പറഞ്ഞു, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ സുവിശേഷം പ്രഘോഷിക്കണം, മറ്റുള്ളവരോട് സുവിശേഷം പറയണം. ഭയങ്കര ആഗ്രഹം ഉള്ളിൽ. അപ്പം ഈ ആഗ്രഹം ഉള്ളിൽ ഭയങ്കരമായി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബിഷപ്പിനോട് പോയി പറഞ്ഞു, എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം പിതാവ് ചോദിച്ചു, വീട്ടിൽ എത്ര പേരുണ്ട്? അപ്പം പറഞ്ഞു, 10 പിള്ളേർ, അപ്പൻ, അമ്മ എല്ലാം കൂടി 15 പേരുടെ വലിയൊരു സമൂഹമാണ്. പിതാവ് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എത്ര വലിയവനാ. ദൈവം ഒരു അമ്മയുടെ ഉള്ളിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള സന്തോഷവും
സുവിശേഷം പ്രഘോഷിക്കാനുള്ള ത്വരയൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, അവർക്ക് തന്നെ ഒരു സഭ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു പള്ളി, ഒരു ഇടവക കൊടുത്തേക്കുക. 10-15 പേരുടെ ഇടവകയ്ക്കകത്ത് സുവിശേഷം, 15 പേരടങ്ങുന്ന ഒരു സമൂഹത്തിനകത്ത് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു വലിയൊരു സാധ്യതയാണ് കൊടുത്തേക്കുന്നത്. ദൈവമേ, എന്ത് വലിയവനാ മക്കളെ! ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വീടിനകത്ത് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം. അതാ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ സുവിശേഷത്തെ, ഈശോയെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇതിനാണ് നമ്മൾ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം. ഈ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒരു ശുശ്രൂഷ പൗരോഹിത്യമുള്ള ജീവിതമാണെന്ന് നമുക്ക് നല്ല ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ഭവനത്തിനകത്തും ഭവനത്തിനു വെളിയിലും ഈശോയെ പ്രഘോഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണത്? പുരോഹിതൻ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ്. വിക്കനായ മോശയെ വിക്ക് മാറാതെ തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. വേണമെങ്കിൽ ദൈവമായ കർത്താവിന് അവൻ്റെ വിക്ക് മാറ്റിയിട്ട് ആ ജനത്തിന് അവനെ കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. പിന്നെ എന്താ ചെയ്തത്? അഹ്റോനെ കൂട്ടിക്കൊടുത്ത് 2 പേരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു മിഷൻ ഉണ്ടാക്കി. ആ ദൗത്യമാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വെളിയിലേക്ക് നയിച്ച് വാഗ്ദത്ത ഭൂമിയിലെത്തിച്ചത്. നമ്മുടെ ഇടവകയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പൗരോഹിത്യം കുറവുകളൊക്കെ ഉള്ളതാന്നേ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നതല്ലേ. പക്ഷെ അവൻ മുമ്പിൽ വെക്കപ്പെട്ടവനാന്നേ. ദൈവം ആ മുമ്പിൽ വെച്ചേക്കണത്. എന്തിനാ മുമ്പിൽ വെച്ചേക്കണേ? പത്രോസിനെ വിളിച്ചതുപോലെ അവനെയും വിളിച്ചിട്ട് മുമ്പിൽ വെച്ചതാ, നമ്മളെയല്ല വിളിച്ചത്. ആയിരക്കണക്കിന് പേരിൽ നിന്ന്, മുക്കുവന്മാരിൽ നിന്ന് ഒരാളെ ചൂണ്ടിയിട്ട് വിളിച്ച, പത്രോസേ വാ, മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമ്മുടെ ഇടവകയിൽ വരുന്നവർ അതിനുവേണ്ടി വരുന്നതാ. അവരെ നമ്മുടെ സ്വർഗത്തിലേക്ക്, പിതാവെങ്കിലേക്ക്, ദൈവമായ കർത്താവെങ്കിലേക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ട് പറയും, ഈ വഴിയാ, സ്വർഗത്തെങ്കിലേക്കുള്ള വഴി ഇതാ, ഇതിലെയാ പോകേണ്ടത്. ഇതാ മുമ്പിൽ വെച്ച പൗരോഹിത്യം. ഈ 2 കാര്യങ്ങളെയും ഓർത്തിരിക്കുക. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 ശുശ്രൂഷ മേഖലകളിലും പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് നൽകിയിരിക്കുന്ന പൊതു പൗരോഹിത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകകളാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് യജ്ഞിക്കാം. കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ കൂപ്പാം, പ്രാർത്ഥിക്കാം. ഈശോനാഥ, ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവരാണെന്ന് ഞങ്ങളിന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വീടിനകത്ത് സുവിശേഷം പ്രഘോഷിക്കുവാൻ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷത്തെ പകർന്നു കൊടുക്കുവാൻ, സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവകകളിൽ ഞങ്ങൾക്ക് മുമ്പിൽ വയ്ക്കപ്പെട്ടവനെന്ന അർത്ഥമുള്ള, ഞങ്ങൾക്ക് മുമ്പിലേക്ക് നീ നീട്ടിവെക്കുന്ന പൗരോഹിത്യത്തെ തീർച്ചയായും ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ, പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.